ടെറസിനെ കൊണ്ടുപോയി നട്ടേക്കുന്ന ചീരയാണ്. മൊത്തം ഈ മഴ സമയമായപ്പോൾ ഇത് മൊത്തം അങ്ങ് പൂത്തുപോയി. അതിനിടയ്ക്ക് അതിന് മുമ്പത്തെ സമയങ്ങളിൽ ഇടയ്ക്ക് വന്ന് കറിക്ക് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ മഴയായപ്പോൾ 1-2 ആഴ്ച ഫുള്ള് മഴയല്ലേ, അപ്പോൾ പിന്നെ സ്റ്റെപ്പിൽ കൂടെ ഒന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു, പായലായിരുന്നു. അങ്ങനെ പിന്നെ വരക്കമില്ലായിരുന്നു. ഇപ്പം മൊത്തം പൂത്തുപോയി, തണ്ടൊക്കെ അങ്ങ് മുറ്റി നിൽക്കുക. ഇനി ഇത് പറിച്ച് കൊണ്ടുപോയി ഇതിൽ നിന്നുള്ള ഇല പിച്ചി എടുത്തു കഴിഞ്ഞാൽ കറിക്ക് നമുക്കെടുക്കാം. ലാസ്റ്റായിട്ടുള്ളതല്ലേ അതിൻ്റെ ഈ പ്രാവശ്യത്തെ, അപ്പോൾ പിന്നെ അതിൻ്റെ ഇല കളയണ്ട, അതങ്ങ് എടുക്കാം വീട്ടിലെ ആവശ്യത്തിലേക്ക്. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ വിത്ത് ഈ തണ്ട് മൊത്തത്തിയിട്ട് ഉണക്കിയിട്ട് പിന്നെ അത് കൈ വെച്ച് ഒന്ന് പൊഴിച്ചെടുത്താൽ മതി. അതാകുമ്പോഴത്തേക്കും തണ്ടിൽ നിന്നുള്ള എല്ലാം കൂടെ നമുക്ക് കിട്ടും. പിന്നെ ഇതെനിക്ക് ആദ്യം ഒരു ചുവട് ഉണ്ടായിരുന്നു പറമ്പിൽ, ഒരു ചുവട്ടിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞാൻ നിർത്തി, അത് ഇങ്ങനെ ഇറുത്തെടുത്ത് കറി വെച്ചില്ല, വെച്ചെടുത്തേ കറി വയ്ക്കാതെ അതിനെ നിർത്തി പൂക്കാൻ അനുവദിച്ചിട്ട് അതിൽ നിന്നുള്ള പൂവിൻ്റെ വിത്ത് ഇങ്ങനെ ശേഖരിച്ച് കവറിൽ നട്ട് ഞാൻ പൊടിപ്പിച്ച് പിന്നെ അത് ഓരോന്ന് പിഴുത് ചാക്കിൽ ദൂരെയായിട്ട് നട്ട്. നമ്മളിങ്ങനെ നമുക്ക് വലിയ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് കൃഷിയെക്കുറിച്ചൊന്നും, ഇത് പിന്നെ ദൂരെയാണ് നട്ടേ. പിന്നെ അടുങ്ങി നിൽക്കുമ്പോൾ ഇത് ഒരുമാതിരി കണ്ണറ വീണു പോകും. അതുകൊണ്ട് നമ്മൾ അതിനെ ദൂരെ നട്ട് അത് പൊടിപ്പിച്ചെടുത്ത് അങ്ങനെയുള്ളതാണ്. ഇത് 4-5 തവണയുണ്ട്, 4-5 അല്ല, അതിൽ കൂടുതൽ തവണ നട്ടിട്ടിങ്ങനെ ആ ഒരു വിത്തിൽ നിന്നാണ് എത്രയും തവണ ഞാൻ പാകിയതിൻ്റെ ഭാഗ്യം ഉണ്ടായതിന് ശേഷമുള്ളതായത്. ഇനി ഇതിൽ നിന്നുള്ള ഈ പ്രാവശ്യത്തെ ഈ വിത്തിൻ്റെ ലാസ്റ്റായത്. ഇനി ഇതിൽ നിന്നുള്ളത് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു പ്രാവശ്യമുള്ളത് പൂത്ത് ആ പൂവിനെ ഇതേ കണക്ക് ഞാൻ ശേഖരിച്ച് വയ്ക്കും. വീട്ടിലെ ആവശ്യത്തിലേക്ക് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. കണ്ടോ, ഈ പൂവിൽ മൊത്തം വിത്താണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് വിത്ത് തീർന്നു പോയി എന്ന് പേടിക്കുകയും വേണ്ട, പൈസ കൊടുത്ത് വാങ്ങുകയും വേണ്ട. ഇതാണ് എൻ്റെ ചീര വിത്ത്. ഇഷ്ടമായി എല്ലാവർക്കും? ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.